ഹലോ ഗൈസ്, ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന എൻ്റെ ആദ്യത്തെ വീഡിയോ ആണിത്. ഒരു തുടക്കക്കാരൻ എന്ന നിലയ്ക്ക് ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ടാവും. കാണുന്ന എല്ലാവരും അത് ക്ഷമിക്കുക, സഹിക്കുക. രാവിലെ എഴുന്നേറ്റ് പല്ല് വെച്ച് ഞാൻ ഓരോ പരിപാടികൾ തുടങ്ങാമെന്ന് വിചാരിച്ച്. സാധാരണ ദിവസങ്ങളിൽ ഞാൻ രാവിലെ ഒരു 5:30 ആകുമ്പോൾ എഴുന്നേറ്റ് ജിമ്മിൽ പോകുന്നതാണ്. ഇന്ന് എണീക്കാൻ വൈകി, അതുകൊണ്ട് ജിമ്മിലൊന്നും പോയില്ല. ഇപ്പോൾ എന്ത് ചെയ്യുന്ന ആലോചിച്ചിരുന്നപ്പോഴാണ് ചെടി നനയ്ക്കാൻ വിചാരിച്ചത്. ഞാനിപ്പോൾ കുറേ ദിവസമായിട്ട് ചെടി നനയ്ക്കുന്നുണ്ട്. പാലക്കാട് ജില്ല ആയതുകൊണ്ട് ചൂട് കുറച്ച് കൂടുതലാണല്ലോ. അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയതൊരു കോഴി വാങ്ങാനാണ്. ചേട്ടാ 2 കിലോന് താഴെയുള്ളൊരു കോഴി വേണമെന്ന് പറഞ്ഞു. പുള്ളി കറക്റ്റ് എടുത്തു തന്നു. ഞങ്ങളവിടെ കോഴിക്ക് കിലോ 115ആണ്. കോഴി വാങ്ങി നേരെ വീട്ടിൽ വന്ന് വൃത്തിയാക്കി ഞാൻ മസാലയൊക്കെ ഇട്ട് സെറ്റാക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ കുറച്ചായിട്ട് കോഴിയൊക്കെ സെറ്റാക്കുന്ന എയർ ഫ്രയറിലാണ്. അതുകൊണ്ട് കൂടുതൽ മസാല ഒന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. ഇതിലിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് ചിക്കൻ മസാല ഇട്ടു, മുളക് പൊടി ഇട്ടു, ഉപ്പിട്ടു, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു, ഒരു മുറി നാരങ്ങയും കൂടെ പിഴിഞ്ഞ് ഒഴിച്ച് കഴിഞ്ഞാൽ സെറ്റായി. മസാലയൊക്കെ ഇട്ട് നന്നായി കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. കുഴച്ചിട്ടൊരു 10 മിനിറ്റ് ഞാൻ സെറ്റാക്കി വയ്ക്കും. എന്നാലും നന്നായി മസാലയൊക്കെ ഇറങ്ങും. എയർ ഫ്രയറിൽ ടെമ്പറേച്ചറാണ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 200 ഡിഗ്രി 20 മിനിറ്റിനാണ് വെക്കുന്നത്. എന്നിട്ട് ഒരു സൈഡ് സെറ്റായി കഴിഞ്ഞാൽ അടുത്ത സൈഡ് ഒന്ന് മറച്ചിട്ടിട്ട് 10 മിനിറ്റ് സെയിം ടെമ്പറേച്ചറിൽ തന്നെ വയ്ക്കും. ചിക്കൻ അവിടെ സെറ്റാവുന്ന ടൈം കൊണ്ട് ഞാനൊരു ബുൾസൈ അടിക്കാൻ വിചാരിച്ചു. ഞാൻ ചെന്നൈയിലുണ്ടായിരുന്ന ടൈമിൽ അവിടുത്തെ ഫ്രണ്ട്സ് പറയാറുണ്ട് ബുൾസൈ കഴിക്കേണ്ട രീതി ഇങ്ങനെയാണെന്ന്. മൊത്തത്തിൽ മടക്കിയിട്ട് ഒറ്റ കഴിക്കൽ. അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ചിക്കൻ അവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതൊന്ന് നോക്കാൻ വിചാരിച്ച്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആ ബുൾസൈ ആയിരുന്നു. അത് കഴിഞ്ഞ് എനിക്കൊന്ന് റോട്ടിലൊക്കെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. 1-2 സാധനങ്ങൾ വാങ്ങാണ്ട്, പിന്നെ അല്ലാതെ 1-2 ആവശ്യങ്ങളുണ്ടായിരുന്നു. പണ്ടൊക്കെ ഞാൻ റോട്ടിലേക്ക് പോകുമ്പോൾ വളരെ അടുത്തേക്കാണല്ലോ പോവുക. അപ്പോൾ ഹെൽമെറ്റൊന്നും അധികം വെക്കാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാൻ പുറത്തു പോകുമ്പോൾ എപ്പോഴും ഹെൽമെറ്റ് വെച്ചിട്ടാണ് പോകാറ്. അപ്പോൾ ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുമ്പോൾ എല്ലാവരും ഹെൽമെറ്റ് വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഫുൾ ആക്സിഡൻ്റ് ആണല്ലോ. നമ്മളെത്ര നീറ്റായി പോയാലും ഓപ്പോസിറ്റ് വരുന്ന ആളെ പ്രശ്നം ഉണ്ടെങ്കിലും നമുക്കാണ് ബാധിക്കുക. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക.
രാവിലെ തന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു കരിമ്പ് ജ്യൂസ് കുടിക്കുക വിചാരിച്ച് ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഒരു കരിമ്പ് ജ്യൂസ് സെറ്റാക്കി തരണേന്ന്. പുള്ളി അപ്പോൾ തന്നെ ഓക്കെ എന്ന് പറഞ്ഞ് സെറ്റാക്കണം. കരിമ്പ് ജ്യൂസ് കുടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു തേൻനെല്ലിക്ക എടുത്തു തരുമെന്ന് ചോദിച്ചു. ഞാൻ വന്നപ്പോൾ തന്നെ അതിൽ നോട്ടിട്ടതാണ് തേൻനെല്ലിക്ക കഴിക്കാന്നുള്ളത്. ഈ വീഡിയോ തികച്ചും ഒരു പരീക്ഷണം മാത്രമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനി കൂടുതൽ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ എറിഞ്ഞ് പൊട്ടിക്കുക, ചവിട്ടി പൊട്ടിക്കുക, എന്താ വെച്ചാൽ ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ പിന്നെ കാണാം. ഓക്കെ, ബൈ.